അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന അബദ്ധങ്ങളിലൊന്നാണ് ഇബ്രാഹിം നബി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന്. സത്യത്തിൽ ഇത് ഖുർആനിലെ വൈരുദ്ധ്യമല്ലേ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം 76 മുതൽ 78 വരെയുള്ള സൂക്തങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂര്യനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് എന്നും, ചന്ദ്രനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് എന്നും, നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ റബ്ബുമെന്നും പറയുന്നുണ്ട്. അതെന്തിനാണ്? ഇബ്രാഹിം നബി ആകാശഭൂമികളെ, ചന്ദ്ര നക്ഷത്ര സൂര്യാദികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിനെ സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക. കാരണം ഇബ്രാഹിം നബിയുടെ വിശ്വാസം ഇബ്രാഹിം നബി തന്നെ പിതാവിനോട് പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൻ്റെ 42-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഈ പ്രതിമകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇബ്രാഹിം നബി വിഗ്രഹാരാധകനായിരുന്നില്ല എന്ന് കൃത്യമാണ്. പിന്നെ സൂര്യനാണ് എൻ്റെ റബ്ബ്, ചന്ദ്രനാണ് എൻ്റെ റബ്ബ്, നക്ഷത്രങ്ങളാണ് എൻ്റെ റബ്ബ് എന്ന് പരാമർശിക്കുന്ന ഭാഗം നോക്കിയാൽ എന്തിനാണ് അതെന്ന് കൃത്യമായി കാണാൻ കഴിയും. സൂറത്തുൽ അൻആമിൻ്റെ 74-ാമത്തെ ആയത്ത്, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി, ഇബ്രാഹിം നബി തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, ആസർ, പിതാവിൻ്റെ പേരും ഖുർആൻ പറയുന്നു, ആസറിനോട് പറഞ്ഞ സന്ദർഭം, അത്തത്തഖിദു അസ്നാമൻ ആലിഹത്തൻ, വിഗ്രഹങ്ങളെ, പ്രതിമകളെ നിങ്ങൾ ദൈവമായി സ്വീകരിക്കുകയാണോ? ഇന്നി അറാക വ ഖൗമക ഫീ ളലാലി മുബീൻ, നിങ്ങളെയും നിങ്ങളുടെ സമൂഹത്തെയും വ്യക്തമായ വഴികേടിൽ ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വ കദാലിക നുരിയ ഇബ്രാഹിമു മലകൂതസ് സമാവാതി വൽ അർളി വലയകൂനന്ന മിനൽ മുഖിനീൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലമ്മ ജന്ന അലൈഹി ലൈലു റഅ കൗകബൻ, രാത്രിയായപ്പോൾ നക്ഷത്രങ്ങൾ കണ്ടു. ഖാല ഹാദാ റബ്ബി, അപ്പോൾ നക്ഷത്രങ്ങളെ ചൂണ്ടിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, നക്ഷത്രങ്ങൾ മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറഞ്ഞു പോകുന്നത്, അസ്തമിച്ചു പോകുന്നത് എൻ്റെ ദൈവമല്ല, റബ്ബല്ല. ഫലമാർ അൽ ഖമറ ബാസിഗൻ, അപ്പോഴാണ് ചന്ദ്രനെ കണ്ടത്. ചന്ദ്രൻ ഉയർന്നിൽക്കുമ്പോൾ ആ ഉയർന്നിൽക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. ഫലമാ അഫല ഖാല ഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിമീൻ, ചന്ദ്രൻ അസ്തമിച്ചു പോയപ്പോൾ, മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ വഴിതെറ്റിയൊരു ജനതയിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു. അതിൽ നിന്ന് തന്നെ ചന്ദ്രനെ ദൈവമായി, സൂര്യനെ ദൈവമായി അംഗീകരിച്ച ആളായിരുന്നില്ല എന്നും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നടത്തിയ ഉദാഹരണമായിരുന്നുവെന്നും വ്യക്തമാണ്. അല്ലെങ്കിൽ ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിമീൻ ലഇല്ലം യഹ്ദിനി റബ്ബി, എനിക്ക് റബ്ബ് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ ഞാൻ വഴിതെറ്റിയവരിൽ പോകുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം പറയുമായിരുന്നില്ല. ഫലമാർ അശംസ ബാസിഗൻ, അങ്ങനെ പകലായപ്പോൾ സൂര്യൻ ഉയർന്നു വരുന്നത് കണ്ടു. ആ സമയത്ത് പറഞ്ഞു, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എൻ്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. ഫലമ അഫ്ലത്ത്, അസ്തമിച്ചു പോയപ്പോൾ ഇബ്രാഹിം നബി പറയണ്, ഖാല യാ ഖൗമി ഇന്നി ബരീഉ മിമ്മാ തുശ്രികു, നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ ഒഴിവാകുന്നു എൻ്റെ ജനങ്ങളെ. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നശിച്ചു പോകും, അസ്തമിച്ചു പോകും. അതേപോലെ തന്നെ എല്ലാം ഈ വിഗ്രഹങ്ങളും പ്രതിമകളും നശിച്ചു പോകും. അതുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ രക്ഷിതാവാണ് എൻ്റെ ദൈവം എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ചെയ്തത്, ഇന്നി വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ എൻ്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിലേക്ക് നിഷ്കളങ്കമായി, ഋജുമാനസ്കനായി ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ ബഹുദയ വിശ്വാസിയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഇവിടെ ഇബ്രാഹിം നബി ഈ സൂര്യനെ റബ്ബാക്കി, ചന്ദ്രനെ റബ്ബാക്കി, നക്ഷത്രങ്ങളെ റബ്ബാക്കി എന്നാ പറഞ്ഞ ആളാണ്. ഇബ്രാഹിം നബി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വിളിച്ച ആളാണ് എന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവരുന്ന വചനം. ഈ വചനം പോലും സൂര്യൻ അത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാണ്, ചന്ദ്രൻ അത് ഉദിക്കുന്നു അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ അത് ഉദിക്കുന്നു അസ്തമിക്കുന്നു. അപ്പോൾ അസ്തമിച്ചു പോകുന്നതൊന്നും എൻ്റെ ദൈവമല്ല, നശിക്കുന്നതൊന്നും എൻ്റെ ദൈവമല്ല എന്ന കൃത്യമായ വിശ്വാസം അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയും ഇവയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുകയും ചെയ്യുക വഴി ഇബ്രാഹിം നബി വിഗ്രഹാരാധകനോ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ആരാധിച്ചിരുന്ന ആളായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് വൈരുദ്ധ്യമല്ല, വളരെ വ്യക്തമായി ഖുർആൻ ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുന്ന വചനമാണ്. സൂറ അൻആമിൻ്റെ ഈ പറയപ്പെട്ട 76 മുതൽ 79 വരെയുള്ള വചനങ്ങളെന്ന് കൃത്യമായി കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.